ഹായ് അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേക്ക് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് റിസ്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടു നോക്കാം. തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക കേട്ടോ. നല്ല ഫ്ലഫി ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. പഞ്ചസാര പൊടിക്കണമെന്നില്ല, പൊടിക്കാതെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതാ പഞ്ചസാരയും അതുപോലെ മുട്ടയൊക്കെ നല്ലോണം ഒന്ന് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ബീറ്റർ ഓഫാക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ അതുപോലെ ഓറഞ്ച് കളറിലുള്ള ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ സ്ക്വയർ ടൈപ്പിലുള്ള ടിന്ന് എടുത്തിട്ടുണ്ട്. അതിൽ ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മളെ ബാറ്റർ ആക്കി കൊടുക്കുക. ഇനി 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് നമുക്ക് നിന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി കൊടുക്കുക, ടിന്നിൽ നിന്ന് മാറ്റി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. റസ്കിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ചെറിയ പീസസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാതും അതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ മുഴുവനായിട്ടും ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലിയ ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഓരോ പീസ് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ 20 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കുക കേട്ടോ. അങ്ങനെ ഒരു ഭാഗം റസ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ടിട്ട് വീണ്ടും 20 മിനിറ്റ് തന്നെ ഒന്നും കൂടി ബേക്ക് ചെയ്തെടുക്കുക. 150 ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേറെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാതും ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റസ്ക് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുവരെ ട്രൈ ആക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ആക്കി നോക്കുക. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.